വണ്ടി വളരെ അകലിട്ടേക്കാണ് കേട്ടോ. എൻ്റെ പുറകിലേക്കുള്ള വ്യൂ ഒന്ന് നോക്കി. നമ്മുടെ അല്ലൂല യാത്രക്കിടയിൽ വളരെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ടത് എടുക്കുകയാണ്. നമ്മളിന്ന് രണ്ടാമത്തെ ദിവസം അല്ലൂലയിൽ സിറ്റിക്കുള്ളിലാണ്. വലിയ ആർഭാടമുള്ള ഒരു സിറ്റി അല്ല അല്ലൂല. ഇപ്പം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ജബൽ അൽ ഹെക്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പം താഴെ വീഴുമോ എന്ന് കരുതുന്ന രീതിയിലാണ് പാറകളൊക്കെ നിൽക്കുന്നത്. ഇത് ഗംഭീരമാണ് കേട്ടോ. എന്താണ് ഒരു മലകൾ സൈഡ് നോക്കി. നമ്മളിന്ന് രണ്ടാമത്തെ ദിവസമാണ് അല്ലൂലയിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ വന്ന് ഇവിടെ റിയാദിൽ നിന്ന് ഒരു 1200ഓളം കിലോമീറ്റർ ഇവിടെ എത്തിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റിയത് ജബൽ എലിഫൻറ്റ് മാത്രമാണ്. അതായത് എലിഫൻറ്റ് മൗണ്ടൻ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയത്. അവിടുത്തെ ഒരു ഫംഗ്ഷനൊക്കെ പങ്കെടുത്തപ്പോഴത്തേക്ക് നമുക്ക് സമയം ഒരുപാട് വൈകിപ്പോയി. ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ജബൽ ഹെക്മ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടെന്നറിയില്ല, കാരണം എന്തോ വർക്ക് നടക്കുന്നുണ്ട്. എങ്കിലും ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച എന്ന് വെച്ചാൽ ഇതിന് ചുറ്റിനും അല്ലൂലയുടെ സറൗണ്ട് മൊത്തം ഇതുപോലുള്ള മലകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അത് കൂടാതെ നമ്മൾ കാണുന്നത് ഇതിന് ചുറ്റിനും ഈന്തമ്പര തോട്ടങ്ങളാണ്. വലിയ നമ്മൾ റിയാദിലൊക്കെ കണ്ട് അല്ലെങ്കിൽ മറ്റ് ഇതിൽ കാണുന്ന പോലുള്ള ഒരു സിറ്റി അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലൂല. ചെറിയ ബിൽഡിങ്ങുകളും കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇതിപ്പോൾ നമ്മൾ ഹോട്ട് ബലൂൺ ഏരിയയിലേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് ഞാനിപ്പോൾ. ഇതിൽ ചിലതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അവിടേക്ക് അനുവാദമില്ല കയറാനെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറം കടലാണെന്ന് തോന്നുന്നത്. ഒരു കടൽ തീരത്താണ് നിൽക്കുന്നതെന്ന് തോന്നുകയാണ്. പക്ഷേ സത്യത്തിൽ ഇത് മണലാരണ്യമാണ്. മണൽ പരപ്പുകളുടെ ഇടയിൽ മലകളാണ്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ താഴ്വാരങ്ങളില്ല, എല്ലാം മലകളാണ്. പരന്ന പ്രതലത്തിലുള്ള മലകളാണ് ഇതെല്ലാം. ഇത് നോക്കൂ, എന്താണ് ഇതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് എനിക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല.
നമ്മുടെ അല്ലൂല പിന്നെ യാത്രക്കിടയിൽ വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ട് അതെടുക്കുകയാണ്. ഈ ഏരിയ മുഴുക്ക ഒലിവുകായാണ്, ഒലിവുകായ് പിടിച്ചു കിടക്കുന്നതാണ് ഈ കാണുന്നത്. ആ നോക്ക്, ഇത് ആരുടെയാണെന്ന് അറിയാൻ പാടില്ല. ഇത് പെർമിഷൻ അത്രല്ല, ഞാൻ ഇതൊരെണ്ണം കഴിച്ചു നോക്കിയത്. എനിക്ക് അത്ര കൊതിയുണ്ട് പച്ചക്ക് ഇവരുടെ കഴിക്കാനായിട്ട്. പച്ചയാണ്, പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഒലിവ് മരങ്ങളാണ്. ഈ നിൽക്കുന്ന കംപ്ലീറ്റ് ഒലിവ് മരങ്ങളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒലിവ് മരങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ, ഈ മസ്രയുടെ ഉള്ളിൽ വലിയ തോട്ടത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. വലിയ വലിയ മരങ്ങൾ നിൽപ്പുണ്ട്. വലിയ മത്തൻ, ഇത് റിയാലിന് 25 റിയാൽ 30 റിയാൽ വിലയുള്ള തണ്ണിമത്തൻ. ഞങ്ങൾ ഇവിടെ 10 റിയാലിനാണ് ഇപ്പം നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ മൊത്തം പച്ചക്കറി തോട്ടവും ഈന്തപ്പഴത്തോട്ടവുമാണ്. അത് മേടിച്ചോ ഇല്ല. आप किधर से भाई? पाकिस्तान से। नहीं अफगानिस्तान से। अल्हम्दुलिल्लाह अफगानी। अफगानी? अयवा। काबुल? काबुल काबुल में। काबुल। अच्छा। अल्हम्दुलिल्लाह अफगानी। कितने साल इधर है? हमारा 20 साल हो गए। हमारा 5 साल हो गया। ये किधर है मजरा का? ये अलजूब है। अलजूब से। हाँ। अच्छा। आपका नाम? मेरा नाम है अब्दुल सत्तार खान। अब्दुल सत्तार? केरला बहुत ज़्यादा अब्दुल सत्तार। केरला में बहुत केरला, मैं इंडिया से। माशाल्लाह, इंडिया हमारा भाई है। हाँ कैसे? अच्छा बाय। आपका नाम? മുഹമ്മദ് വസീർ. ഞാനിതിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. അല്ലൂലയിലെ പിന്നെ ജബൽ അഖ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ചുറ്റിനും കാണുന്ന ഇത് വളരെ മനോഹരമായ വലിയ പർവ്വതങ്ങളാണ്. ഇതിവിടുത്തെ ഒരു ഡെസ്റ്റിനേഷനിൽപ്പെട്ട, അതായത് ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു വലിയൊരു പ്ലേസാണിത്, ഈ ജബൽ ഇഖ്മ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള കരവിരുതുകളാണ് പ്രകൃതി സന്നിധാനിച്ചിരിക്കുന്നത്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. ചൂടെങ്കിലും റിയാദിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. റിയാദിൽ നമ്മുടെ സൗദി അറേബ്യയിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രവാസികൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ പൈതൃക സിറ്റികളിൽ യുനെസ്കോയുടെ പട്ടികയിൽ വരുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ എനിക്ക് ചുറ്റും ഈ കാണുന്ന എന്താ പറയുക ഈ സ്ഥലം. അൽ ഒത്തൈബ് അൽ മദീന ഹായ്. ഇതെല്ലാ സ്ഥലത്തേക്കും ഇങ്ങോട്ട് തന്നെ ഈ വഴി തന്നെയാണ്. ഹായിലേക്കും മദീനയിലേക്കും ഒക്കെ പോകണം, ഒത്തൈബിലേക്കും പോകണം. ബൗണ്ടറിക്കുള്ളിൽ കയറാതെ തന്നെ പുറത്ത് നിന്നുകൊണ്ട് മദൈൻ സ്വാലിഹിൻ്റെ ഒരു വിദൂര ദൃശ്യം എടുക്കുകയാണ്. ഇതാണ് ആ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ. മാക്സിമം സൂം ചെയ്യാൻ ശ്രമിക്കുക. നോക്കട്ടെ, സൂം ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ആ ഏരിയയൊക്കെയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അവർ ബൗണ്ടറി തിരിച്ചിട്ട് ഫെൻസിങ്, അതായത് മുള്ളുവേലി, അത് കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടെന്ന് തോന്നുന്നു, വെച്ചിട്ട് ഈ ഏരിയ മുഴുക്കെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്.
എന്തൊക്കെയോ ജീവജാലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. എന്തോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് അത് ഓരോ ഷേപ്പുകളായി മാറിയേക്കുകയാണ്. ഇത്ര മനോഹരമായിട്ടാണ് അത് പ്രകൃതി അതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. നോക്ക്, നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. അതേപോലത്തെ ശില്പങ്ങൾ, വീടുകളാണോ ഇനി ഗുഹയാണോ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്ര മനോഹരമായിട്ടാണ് ഇത് മൊത്തം സംവിധാനിച്ചിരിക്കുന്നത്. ഇത് ഈ അൽ-ഉല എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഇതേമാതിരിയുള്ള പാറക്കൂട്ടങ്ങളാണ്. വളരെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ പ്രത്യേകതകളാണ്. കളറ് മാറുന്നു, അതുകൊണ്ട് ഇത് ഷേപ്പ് മാറുന്നു. ചിലയിടത്ത് മരുഭൂമിയിലെ മണ്ണ്, വെള്ള മണൽ അതിലേക്ക് ഇങ്ങനെ ഇത് ഇപ്പോൾ ഈ കാണുന്ന പോലെ കയറി കിടക്കുന്നു. ഒരുപാട് മലകളുടെ ഇടയിലൂടെ വെള്ളമൊഴുകി പോകുന്നത് പോലെ പോകുന്നുണ്ട്. മണ്ണ് പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കാണിച്ചു തരാം. നോക്ക്, ഒരു ഇടവഴിയാണിത്. വെള്ളമൊഴുകി വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ ഇത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വെള്ളമൊഴുകി ഒഴുകി പോയേക്കുന്ന പാടുകളൊക്കെ നമുക്ക് ഈ പാറയിൽ കാണാൻ പറ്റും. എന്താ സംഭവം! വീടുകൾ പണിഞ്ഞു വെച്ചേക്കുന്ന പോലെയാണ്. കല്ലിൻ്റെ ഇടകളിലൊക്കെ വീടുകൾ പണിഞ്ഞു വെച്ചേക്കുന്ന പോലെയാണ്. നിങ്ങൾ നോക്കിയാൽ ഓരോരോ വീടുകളാണെന്ന് നമുക്ക് തോന്നും. ദൂരെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, ഓരോ വീടുകളുടെ പോലുള്ള അറകളാണ്. ഇത് പറഞ്ഞാൽ തീരാത്തത്ര അത്ഭുതങ്ങളാണ്. തൽക്കാലം ഞാനൊന്ന് ക്ഷീണിച്ചു പോയി എന്നിരിക്കട്ടെ. ഇങ്ങനെയുണ്ട്, വളരെ അകലെയാണ്. എൻ്റെ പുറകിലേക്കുള്ള വ്യൂ എന്ന് നോക്കി.